ഇന്ന് അപ്പയാണ് ഹോട്ട് സീറ്റിൽ. ജീവിതത്തിലെ ചില സത്യങ്ങളും തുറന്നു പറയാന്ന് വിചാരിച്ചു വന്നതാട്ടോ. അപ്പൊ അപ്പയ്ക്ക് അതുകൊണ്ട് ഇന്ന് സമ്മർദ്ദം ഉണ്ടോ? അതിനെ അനുകരിക്കാൻ പോവാൻ എന്നെ കിട്ടൂല. അതായത് എന്നെ അല്ല, വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇത്തരത്തിലുള്ള ഫാമിലി എക്സ്പെൻസുകളൊക്കെ ഇപ്പോ അപ്പ എങ്ങനെയാണ് മീറ്റ് ചെയ്ത് പോകുന്നത്? ജോലി സുഗമമായിട്ട് പോവുകയാണ്. ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുറ തെറ്റാതെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്ന ഒരു വലിയ പ്രശ്നം. ഒരു കളത്തിലിട്ടുള്ള കളിയുണ്ട്. ആദ്യം ഇങ്ങനെയൊക്കെ പറയുമ്പോ എന്റെ മനസ്സങ്ങനെ ഉൾക്കൊള്ളാൻ അത്രയൊരു സന്തോഷം ഇല്ലായിരുന്നു. വളരെ വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് 100 കണക്കിന് രൂപയാണ് നമ്മൾ കത്തിച്ച് കളയുന്നത്. പക്ഷെ ഞാൻ എന്നോട് ഇവര് പറയാൻ പറയുമ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോകും. എന്തെല്ലാം ബില്ലുകളാ ഒരു മാസം ഓഫ് ചെയ്യുക തന്നെ വേണം, ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ 3 പേരും കൂടി ഇന്ന് വന്നേക്കുവാണ്. ഇന്ന് അപ്പയാണ് ഹോട്ട് സീറ്റിൽ. എനിക്കൊന്നും ചെയ്യാനില്ലെങ്കിലും സംസാരിക്കുന്ന ഇഷ്ടമായി കൊണ്ട് ഇവിടെ കയറി ഇരിക്കണം കേട്ടോ. അമ്മ ഇവിടെ ഇരിക്കുന്നതിന് മുമ്പ് തൊട്ട് തന്നെ സംസാരിച്ചു തുടങ്ങി. കുറച്ച് കാര്യങ്ങൾ അപ്പയോടാണ് ചോദിക്കാൻ പോണേ. അപ്പൊ കുറച്ച് ഗഹനമായിട്ടുള്ള കാര്യങ്ങളാ. അത്ര വലിയ ഗഹനമൊന്നുമില്ല, കുറച്ച് നർമ്മസല്ലാപങ്ങളും ജീവിതത്തിലെ ചില സത്യങ്ങളും തുറന്നു പറയാന്ന് വിചാരിച്ചു വന്നതാട്ടോ. എല്ലാവരുടെയും ഹോം മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. വേറൊരാൾ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോ നമ്മൾ അതിനെ പറ്റിയൊക്കെ വീണ്ടും ഒന്ന് ചിന്തിക്കും. ഞാനും ചിന്തിക്കാറുണ്ട് അങ്ങനെ പലത് കമന്റില്. അതെ, അപ്പൊ അതിന്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ 3 പേരും വന്നിരുന്നത്. നിങ്ങളുടെ അടുത്ത് നിന്ന് ചിറ്റാറ്റൊക്കെ പറയാന്ന് വിചാരിച്ചു. കൂടെ കുറച്ച് ഫൺ ടോക്സും ഒക്കെ ആകാന്ന് കരുതി. അതാണ് അമ്മേനെ ഇരുത്തിയേക്കണേ. ഞാൻ ഇടയ്ക്ക് എഴുന്നേറ്റ് പോകൂട്ടോ. അങ്ങനെയൊന്നും പോയച്ചിങ്ങ വരൂന്ന എനിക്ക് പല പരിപാടി അവിടെ ഉണ്ടാവൂല്ലോ. അതുകൊണ്ട് വൈകുന്നേര സമയമായില്ലേ കാരണം. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ 2 സംസാരിക്കുന്ന ടൈപ്പ് വീഡിയോസ് ചെയ്തപ്പോ ഒരുപാട് പേർക്ക് അത് ഇഷ്ടപ്പെട്ടിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ വീണ്ടും ഞങ്ങൾ 3 പേരായിട്ട് ചെയ്യാൻ ഒരു പ്രചോദനം. കാരണം പലരും ചോദിച്ചിരുന്നു അപ്പനെയും കൂടി ഇരുത്തി ചെയ്യണം എന്നുള്ളത്. അപ്പൊ അപ്പയ്ക്ക് അതുകൊണ്ട് ഇന്ന് സമ്മർദ്ദം ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല, സമ്മർദ്ദം ഒട്ടുമില്ല. ചെറിയ രീതിയിലെങ്കിലും ഒട്ടുമില്ല. അത് അപ്പ ജീവിതത്തിൽ പഠിച്ച കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അപ്പയ്ക്ക് ഒരു സമ്മർദ്ദവും ഇല്ല. നമ്മളൊന്നും കാട്ടിക്കൂട്ടി പറയണില്ല, നമ്മുടെ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് വികല്പങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ലൈഫിലുള്ള കാര്യങ്ങൾ പറയണോ, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ വേഗം തന്നെ ചോദ്യത്തിലോട്ട് കിടക്കാട്ടോ. അപ്പൊ ചോദ്യം വേറൊന്നും അല്ല, എല്ലാവരുടെയും ലൈഫില് ബാല്യം, യൗവനം, കൗമാരം, അങ്ങനെ പല പല ഘട്ടങ്ങളുണ്ട്. ഇതിലിപ്പോ നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ പോകുന്നത് 2 പ്രധാന ഘട്ടങ്ങളെ പറ്റിയാണ്. ഒന്ന്, നമ്മൾ വളരെ ആക്റ്റീവായിട്ടും വളരെ എനർജറ്റിക് ആയിട്ടും ജോലികൾ ധാരാളമായി ചെയ്യുന്ന നമ്മുടെ ഏറ്റവും ബ്ലൂമിംഗ് ആയിട്ടുള്ള പീരീഡാണ് യങ്ങർ സ്റ്റേജ് എന്ന് പറഞ്ഞാല്. അപ്പൊ യങ്ങർ സ്റ്റേജ് നിങ്ങൾ 2 പേരും ഒരുപാട് ഗോ ത്രൂ ചെയ്തിട്ടുള്ള ഒരു സ്റ്റേജ് ആണ്. ഞാനിപ്പോ അതിനകത്തൂടെ ഗോ ത്രൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നാള് കണ്ട ഒരു വീഡിയോയിൽ പറയുന്നത് 38 വയസ്സാകുമ്പോ തൊട്ട് വാർദ്ധക്യം തുടങ്ങുന്നൊക്കെ പറയണം. അത് ഇപ്പോഴത്തെ ജോലിയുടെ ഭാഗമായിട്ട് വാർദ്ധക്യത്തിലേക്ക് പെട്ടെന്ന് വരണതായിരിക്കും. മെന്റലി ചിലപ്പോ മേ ബി ആയിരിക്കാം. അപ്പൊ മെന്റലി ആൻഡ് ഫിസിക്കലി വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആണ് യങ്ങർ. അതിനുശേഷം നമ്മൾ ഫിസിക്കലി ആൻഡ് മെന്റലി കുറച്ച് ടയേർഡ് ആവും. പിന്നെ പണ്ടത്തെ പോലെ അത്രയും ആക്ടിവിറ്റി നമുക്ക് പിന്നീടുള്ള ആ ഒരു വിശ്രമ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പൊ അതിന് നമുക്ക് റിട്ടയർമെന്റ് ലൈഫ് എന്നുള്ള പേരിൽ നമുക്ക് തൽക്കാലം വിളിക്കാം. അപ്പൊ ആ ഒരു പീരീഡിൽ എന്ന് പറയുമ്പോൾ ഇത്രയും നാളത്തെ ജോലി ഭാരങ്ങളൊക്കെ ഒന്ന് ഇറക്കി വെച്ച് ഒരു വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു പീരീഡാണ്. പക്ഷെ ആ ഒരു പീരീഡിലും നമ്മുടെ ഡേ ടു ഡേ ഫാമിലി എക്സ്പെൻസസും ഫാമിലിയും ഒക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലേ? മാറ്റം വരാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് നേരത്തെ അത്രയും ഈസി ആകണമെന്നില്ല. കാരണം യങ്ങർ സ്റ്റേജിൽ ജോലി ചെയ്യുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമുക്കൊരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തെ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് മേടിക്കാം, നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പക്ഷെ റിട്ടയർമെന്റ് സ്റ്റേജിൽ നമുക്ക് അങ്ങനെ എല്ലാ മാസവും വരുമാനം വരുന്നില്ല. പക്ഷെ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എക്സ്പെൻസുകൾ നമ്മളൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കും, നമ്മൾ വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിക്കും. അങ്ങനെ ഒരു വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ജീവിതമായിട്ടാണ് റിട്ടയർമെന്റ് ലൈഫിനെ പറ്റി ഞാൻ കരുതുന്നത്. അപ്പൊ അത് ലീഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് പറ്റുക. അപ്പയ്ക്ക് നന്നായിട്ട് പറയാൻ പറ്റും. അതെ, അപ്പൊ ഈ ഫാമിലി എക്സ്പെൻസസ് പക്ഷെ എല്ലാ മാസവും മീറ്റ് ചെയ്ത് പോവാന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടേറിയ കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് വരുമാനം നിലയ്ക്കുന്ന സമയത്ത്. കാരണം നമുക്ക് എല്ലാ മാസവും ഒരുപാട് ജീവിത
ചെലവുകൾ വരുന്നുണ്ട്. അതായത് പ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസസുകളുണ്ട്, അൺപ്ലാൻഡ് ആയിട്ടുള്ള എക്സ്പെൻസസുകളുണ്ട്. ഗ്രോസറി പർച്ചേസ്, ഹൗസ് ഹോൾഡ് പർച്ചേസ്, ഇലക്ട്രിസിറ്റി ബില്ല്, ആ ബില്ല്, ഈ ബില്ല്, അങ്ങനെ ഒരു 100,000 ബില്ലുകൾ വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫാമിലി എക്സ്പെൻസുകളൊക്കെ അപ്പൊ എങ്ങനെയാണ് മീറ്റ് ചെയ്ത് പോകുന്നത്? ഞാനിപ്പോൾ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരായ ആൾക്കാരെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സാധാരണക്കാരെന്ന് പറയുമ്പോൾ മറ്റു തരത്തിലുള്ള വരുമാനങ്ങൾ താരതമ്യേന കുറവായിട്ടുള്ളവരും ജോലിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്നവരുമാണ്. അപ്പം അങ്ങനെയുള്ളവർക്കുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി സുഗമമായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ ആ ജോലി ചെയ്യാനുള്ള ആരോഗ്യവും ഉണ്ടെങ്കിൽ കാര്യങ്ങൾ മുറ തെറ്റാതെ അങ്ങ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിൽ ജോലിയെ സംബന്ധിച്ച് ഒരു പ്രശ്നം ഉണ്ടാവുകയോ ജോലി ചെയ്യാതിരിക്കാൻ പറ്റാത്ത രീതിയിൽ എന്തെങ്കിലും അസുഖങ്ങളോ മറ്റ് ആക്സിഡൻറ്റുകളോ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ആ ടൈം ടേബിളിന് താളപ്പിഴ ഉണ്ടാവും. അപ്പോൾ അതാണ് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്ന ഒരു വലിയ പ്രശ്നം. അപ്പോൾ അത് മുന്നിൽ കണ്ടു വേണം നമ്മൾ എപ്പോഴും ഒരു സംഗതി പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ജോലി ആരംഭിക്കുമ്പോഴേ തന്നെ ആ കാര്യങ്ങളിൽ നമ്മളൊരു കൃത്യത വരുത്തിയാൽ അത് വളരെ പ്രയോജനം ചെയ്യും. പിന്നീട് എപ്പോഴെങ്കിലും നമുക്കൊരു ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ അതിനകത്ത് ഒരു പ്രോപ്പർ സേവിങ്, അതുപോലെ ഒരു ചെറിയ എമർജൻസി ഫണ്ടിലേക്കുള്ള ഒരു ചെറിയ സേവിങ്, അങ്ങനെയുള്ള പല സംഗതികളും നമുക്കതിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. അതങ്ങനെ ചെയ്യുകയും വേണം. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു കാരണവശാൽ എന്തെങ്കിലും തരത്തിൽ നമുക്കൊരു ആക്സിഡൻറ്റ് പറ്റി കുറേ നാൾ ജോലിക്ക് പോകാതിരുന്നു കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ വരുമാനവും ജീവിതക്രമങ്ങളും താളം തെറ്റിപ്പോകും. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ടുള്ള ഒരുപാട് പ്ലാനുകളുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങിലൂടെ ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ചെറുപ്പത്തിലെ നമ്മൾ ഏർപ്പെടണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എന്ന് മാത്രമല്ല, ചെറുപ്പകാലത്ത് എന്തെങ്കിലും നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും നമ്മൾ റിട്ടയർ ചെയ്ത് വരുന്ന സമയത്ത് നല്ലൊരു കോർപ്പസ് ആയിട്ട് അത് രൂപാന്തരപ്പെടുന്നത്. റിട്ടയർ ചെയ്യാറാവുമ്പോൾ നമ്മൾ എന്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കാര്യമായിട്ടുള്ള വളർച്ചയില്ല. കാരണം റിട്ടയർമെൻറ്റോടുകൂടി ആ സേവിങ്, ആ പാറ്റേൺ പ്ലാൻ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. നേരെ മറിച്ച് ഒരു 22, 23, 24 വയസ്സിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് റിട്ടയർ ചെയ്യുന്ന 55, 58 വയസ്സ് പ്രായമാകുമ്പോൾ ആ സേവിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു നല്ല കോർപ്പസ് ആയിട്ട് നമുക്ക് മാറിയിട്ടുണ്ടാകും. അതുകൊണ്ടാണ് ആസ് ഏർലി ആസ് പോസിബിൾ നമ്മൾ ഈ സേവിങ്സ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. ചെറിയ സേവിങ് മതി, പക്ഷെ മന്ത്ലി ഒരു നിശ്ചിതമായ തുക നമ്മളത് ചെയ്തു വെക്കണം. അതിൽ കൂടുതൽ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ അതനുസരിച്ച് വളരുന്നു. പിന്നെ നമ്മളതിനകത്ത് ഓർക്കേണ്ട ഒരു പ്രധാന സംഗതി, ജോലിയിൽ തന്നെ 2 തരം ജോലിയുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് ജോലി അതുപോലെയുള്ള ജോലികളാണെങ്കിൽ അത് പെൻഷനബിളാണ്. അപ്പോൾ അത് റിട്ടയർ ചെയ്ത് കഴിഞ്ഞും സാമാന്യം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് പെൻഷനായിട്ട് കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് പ്രൈവറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ പെൻഷൻ ഇല്ലാത്ത ജോലികളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോൾ അതിനുകൂടി കണ്ട് നമ്മൾ സേവ് ചെയ്തില്ലെങ്കിൽ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ ദുരിതത്തിലാവും. ഇൻഫാക്റ്റ് റിട്ടയർമെൻറ്റ് കഴിഞ്ഞാണ് നമുക്ക് ശരിക്ക് ഒരു ഫണ്ട് ഫ്ലോ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് നമുക്ക് കിട്ടേണ്ടത്. കാരണം ആ സമയത്ത് രോഗപീഠകളാലും മറ്റ് ആരോഗ്യ പ്രശ്നത്താലും നമുക്ക് മറ്റ് ആക്ടിവിറ്റികളൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാറും. അപ്പോൾ ആ സമയത്ത് ഒരു അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് ഫ്ലോ, ഒരു ഇൻകം ഫ്ലോ നമ്മൾ നേരത്തെ തന്നെ കരുതി അത് ഉറപ്പാക്കിയാൽ നമുക്ക് ആ എല്ലാ മാസവും ശമ്പളത്തിന് തുല്യമായ ഒരു തുക, അല്ലെങ്കിൽ ശമ്പളത്തോടടുത്ത ഒരു തുക, അതല്ലെങ്കിൽ ശമ്പളത്തിൻ്റെ ഏതാണ്ട് അടുത്ത് വരുന്ന ഒരു തുക നമുക്ക് കിട്ടത്തക്ക രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മളുടെ പിന്നീടുള്ള ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ നമ്മളൊരു ടാക്സിയോ അല്ലെങ്കിൽ അതുപോലെ ഒരു ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ അതുപോലെ വിളിച്ച് നമുക്ക് പോകാൻ പറ്റും. പൈസ അതനുസരിച്ച് കയ്യിലില്ല എങ്കിൽ നമ്മൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അവരൊക്കെ ജോലിയായിട്ടൊക്കെ ദൂരസ്ഥലങ്ങളിലായിരിക്കാം, നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല, നമ്മൾ തന്നെ നമ്മളെ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സമയത്ത്
പൈസ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ടാക്സി വിളിച്ചാണെങ്കിലും നമുക്ക് എവിടെയെങ്കിലും ഒന്ന് പോകാനും അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാനും ഫണ്ട് കയ്യിലുണ്ടാവും. അത് കയ്യിലുണ്ടാകണം. അത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ജോലി ആരംഭിക്കുമ്പോഴേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അമ്മ ഇതിനെക്കുറിച്ചൊക്കെ എങ്ങർ സ്റ്റേജിൽ ചിന്തിക്കുമായിരുന്നോ? യങ്ങർ സ്റ്റേജിലൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ വന്നു കഴിയുമ്പോ ഒരു കളത്തിലിട്ടുള്ള കളിയുണ്ട്. അതായത് എന്നോട് പറയും, എനിക്ക് പുഞ്ചിരിച്ചോട്ടെ, എനിക്ക് ഇത്രയുള്ള വരുമാനം ഉള്ളൂ, അതില് വേണ്ട, ഭംഗി ഉണ്ടാവില്ല അതല്ലേ. എനിക്ക് ഇത്രയുള്ള വരുമാനമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു ഹൗസ് വൈഫാ. അപ്പൊ ഇവിടെ പേരൻസ് ഉണ്ട്, അപ്പച്ചനും അമ്മച്ചിയും ഉണ്ട്, ഒരു മകനാന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് കിട്ടുന്ന ഈ തുകയിൽ ഒതുങ്ങി ഇവിടെ നമ്മൾ ജീവിച്ചു പോണം. വേറെ പലരും പല രീതിയിലുള്ള ജീവിത നിലവാരം പുലർത്തണവരായിരിക്കും. പക്ഷെ അതിനെ അനുകരിക്കാൻ പോവാൻ എന്നെ കിട്ടൂല. അതായത് എന്നെ അല്ല, എന്റെ ഹസ്ബൻഡിനെ കിട്ടൂല. കാരണം ഈ രീതിയിൽ ഒതുങ്ങി നമ്മള് പതുക്കെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ റിട്ടയർമെന്റ് സമയമാകുമ്പോ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിക്കാൻ പറ്റും. പിന്നെ എൻ്റെ അപ്പനും അമ്മയും ഇവിടെ ഞങ്ങൾ കർഷക കുടുംബമാണല്ലോ. അപ്പം അവർക്ക് വാർദ്ധക്യം വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ഏറ്റെടുത്ത് നടത്തേണ്ടതായിട്ടുണ്ട്. നമ്മളിങ്ങനെ ഇതിൽ കിടന്ന് കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിഷയം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. കാരണം പഠിച്ചു നടക്കണ പ്രായം, ഡിഗ്രി കഴിഞ്ഞ് 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ എന്നെ കല്യാണം കഴിച്ചു വിട്ടു. അപ്പൊ യാതൊരു തരത്തിലുള്ള അലച്ചിലൊന്നും നമ്മൾ അറിയേണ്ട ഒരു കാലഘട്ടം അല്ലാതെ. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നേരം ജോലിയിൽ കയറി ഓരോ കാര്യങ്ങൾ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തു തുടങ്ങണ ഒരു സമയം ആയിരുന്നു. അതുകൊണ്ട് അതിനെപ്പറ്റി ശരിക്ക് പറയാനും അത് പ്രവർത്തിക്കാനും പ്രായോഗിക ജീവിതത്തിൽ കൊണ്ടുവരാനും ഒരു കഴിവുള്ള ആൾ തന്നെയാണ്. അപ്പൊ ഞാനത് ആദ്യം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സങ്ങനെ ഉൾക്കൊള്ളാൻ അത്രയൊരു സന്തോഷം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കരുതി അങ്ങനെ പറഞ്ഞത് ഉൾക്കൊണ്ടില്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോവൂല. കാരണം അതിൽ നിന്നൊരു മാറ്റം ആ സൈഡിൽ നിന്ന് ഉണ്ടാവൂല. അപ്പൊ ഞാൻ സ്വയം മനസ്സിലാക്കി അതിൽ തന്നെ ഒതുങ്ങി ജീവിച്ചു പോവുക എന്ന് വിചാരിച്ച് ഇങ്ങനെ നമ്മൾ വളരെ ദുരിതപ്പെട്ട് ജീവിക്കണമെന്നല്ല പറഞ്ഞ, എങ്കിലും ഒരു ഇതിൽ നിന്ന് നിശ്ചിതമായ രീതിയിൽ മുന്നോട്ട് പോവുക. അപ്പൊ അങ്ങനെ അതിൽ ഒതുങ്ങി ഞാനും ആ കൂടെ അങ്ങനെ ഒതുങ്ങി അങ്ങ് ജീവിച്ചു പോന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിതമാണ്. എനിക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി അഭിപ്രായം പറയാനൊന്നും അറിയില്ല. ഇവിടെ വന്നതിന് ശേഷം പലതും ജീവിതത്തിൽ പഠിക്കാൻ സാധിച്ചു. അത്രയേ ഉള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു. അപ്പൊ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു എക്സ്പെൻസ് ആണ് ഗ്രോസറി, ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വരുന്ന എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു എമൗണ്ട് വരും. അപ്പോൾ വരുമാനം ഇല്ലാത്തൊരു അവസരത്തിൽ, അതായത് ഈ വിശ്രമ ജീവിതം നയിക്കുന്ന ഒരു അവസരത്തിൽ ഈ ഗ്രോസറി പർച്ചേസസ് ഒക്കെ എങ്ങനെയാണ് അപ്പ നടത്തുന്നത്? എപ്പോഴൊക്കെയാണ് അത് പർച്ചേസ് ചെയ്യുന്നത്? എന്തെല്ലാം കാര്യങ്ങളൊക്കെയാണ് അത് പർച്ചേസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്നത്? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ളത് ഇല്ലാത്തതൊക്കെ ഉണ്ടാവും. ചിലതൊക്കെ കാണുമ്പോൾ നമുക്കത് പെട്ടെന്ന് തന്നെ എടുക്കാനൊക്കെ തോന്നും, മേടിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ കൂടിയും. അപ്പൊ അങ്ങനെ ചില പ്രോഡക്റ്റുകളൊക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യിപ്പിക്കപ്പെടും. അപ്പൊ അങ്ങനെയൊക്കെ കാണുമ്പോൾ അതൊക്കെ വാങ്ങുമോ? എങ്ങനെയൊക്കെയാണ് ആ പർച്ചേസുകളൊക്കെ പ്ലാൻ ചെയ്യണത്? ഈ പർച്ചേസിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും അത് പല രീതിയാണ്. ഇപ്പൊ ചിലര് ആഴ്ചയിൽ ഒരിക്കൽ വാങ്ങുന്നവരുണ്ടാവും, ചിലര് മാസത്തിൽ ഒരിക്കൽ വാങ്ങുന്നവരുണ്ടാവും. അങ്ങനെ പല രീതിയിലാണ്. ഞങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് എന്നെ സംബന്ധിച്ച് ചെയ്യുന്നത് എന്നാ വെച്ചാൽ എന്നും വാങ്ങും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക്, എന്നെ സംബന്ധിച്ച് ഈ സാധനങ്ങൾ വാങ്ങാൻ പോവുക എന്ന് പറയുന്ന ഒരു എന്റർടൈൻമെന്റ് കൂടിയാണ്. അപ്പം നമ്മൾ ആ ഷോപ്പിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മുടെ പരിചയക്കാരായിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണും. അവരുമായിട്ട് നമ്മൾ നാട്ടുകാര്യങ്ങൾ പറയും, രാഷ്ട്രീയം പറയും, സഭാകാര്യങ്ങൾ പറയും, പള്ളിക്കാര്യങ്ങൾ പറയും. ഇതെല്ലാം പറഞ്ഞ് കുറേ നേരം ചിരിച്ച് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് പിരിയും. അത് എന്നെ സംബന്ധിച്ച് ഈ സാധനങ്ങൾ വാങ്ങുന്നതോടൊപ്പമുള്ള ഒരു വലിയ എന്റർടൈൻമെന്റ് കൂടിയാണ്. അപ്പോൾ അതിലൂടെ നമ്മുടെ ആ സോഷ്യൽ ലൈഫിൽ നമുക്ക് വളരെ ആക്റ്റീവ് ആകാൻ പറ്റും, നമുക്ക് അപ് ടു ഡേറ്റ് ആകാനും പറ്റും ദൈനംദിന സംഭവങ്ങൾ. പിന്നെ സാധനങ്ങൾ വാങ്ങുക എന്ന് പറയുന്നത്, ഇപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ സാധാരണ 1-2 ദിവസത്തേക്കുള്ളത് നോർമൽ കേസിൽ വാങ്ങാറുള്ളൂ. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സൊക്കെ സാധാരണ വാങ്ങുന്നത് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിൽ അവർക്കൊരു ഡേ ഉണ്ട്, ഫ്രൂട്ട്സിനുള്ള ഓഫർ ഡേയ്സ്.
അപ്പോൾ ഇവിടെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറുണ്ട്, ബിസ്മി ഉണ്ട്, മോറുണ്ട്, മാർജിൻ ഫ്രീ ഉണ്ട്, അങ്ങനെ ധാരാളം സൂപ്പർ മാർക്കറ്റുകൾ ഞങ്ങൾക്ക് ഇവിടെ ടൗണിലുണ്ട്. ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നത് മാർജിൻ ഫ്രീയിലാണ്. അവിടെ നിന്നാണ് സ്ഥിരമായ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു 8 to 10% നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് എല്ലാ സാധനങ്ങളും, പ്രത്യേകിച്ച് പാക്കറ്റഡ് ഐറ്റംസ്. ഇപ്പോൾ ടൂത്ത് പേസ്റ്റ്, പൗഡർ, അതുപോലെ പാക്കറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ്, പാക്ഡ് ആയിട്ടുള്ള ഐറ്റംസിനെല്ലാം നമുക്ക് അങ്ങനെ ഒരു ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ നോർമൽ കേസിൽ അതുകൊണ്ട് അവിടെ നിന്നാണ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം സ്ഥിരം വാങ്ങുന്നത്. പിന്നെ ഫ്രൂട്ട്സ് പോലെയുള്ള സംഗതികൾ സൂപ്പർ മാർക്കറ്റുകളിൽ, റിലയൻസ് പോലെയുള്ളിടത്ത് ഓഫറുകളുണ്ട്, ഓഫർ ഡേയ്സ് ഉണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് വളരെ നല്ല റേറ്റിന് നമുക്ക് ആ സാധനങ്ങൾ വാങ്ങാൻ പറ്റും. പിന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ എപ്പോഴും അതിൻ്റെ ആ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് ഡേറ്റ് ഓഫ് എക്സ്പയറി അത് വളരെ നിർബന്ധമായ ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ബ്രെഡ്, പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് കടയിൽ പോയി ഒരു ബ്രെഡ് അവിടെ ഇരിക്കണുണ്ടോ അതും എടുത്തുകൊണ്ട് പോകുന്നു. അതിൻ്റെ ഡേറ്റും നോക്കാറില്ല, എക്സ്പയറിയും നോക്കാറില്ല. അത് വളരെ വലിയൊരു തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈറ്റബിൾസിനെല്ലാം ഡേറ്റ് ഓഫ് എക്സ്പയറി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ബ്രെഡ് വാങ്ങുകയാണെങ്കിൽ അതിൻ്റെ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ 6 ദിവസത്തേക്കുണ്ട്. നമുക്കിവിടെ കിട്ടുന്ന ഷോപ്പിൽ കിട്ടുന്നത് 6 ദിവസത്തേക്കാണ് വാലിഡിറ്റി ഉള്ളതാണ് അതിൻ്റെ എക്സ്പയറി. അപ്പോൾ അത് മാത്രമേ നമ്മൾ നോക്കി വാങ്ങുള്ളൂ. കാരണം എക്സ്പയറി ചെയ്ത് കഴിഞ്ഞ ഒരു സാധനം അതിൻ്റെ രുചിയും മാറും, അത് കഴിക്കുന്നതും ഒട്ടും ആരോഗ്യപ്രദവും അല്ല. അപ്പോൾ അതുകൊണ്ട് അത് എപ്പോഴും നമ്മൾ എക്സ്പയറിയും ഡേറ്റ് ഓഫ് മാനുഫാക്ചറും നോക്കി മാത്രമേ നമ്മൾ വാങ്ങാവുള്ളൂ. ഡേറ്റ് ഓഫ് മാനുഫാക്ചറാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ്. കാരണം കറൻ്റ് ആയിട്ടുള്ള ഡേറ്റിലുള്ളത്, മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഡേറ്റിലുള്ളത് വാങ്ങിയാൽ അത് കൂടുതൽ ഫ്രഷ് ആയിരിക്കും. ഇനിയിപ്പോൾ കേക്കിൻ്റെയൊക്കെ സമയം വരികയാണ്, ക്രിസ്മസ് കാലം, അവിടെയൊക്കെ ആ ഡേറ്റ് ഓഫ് മാനുഫാക്ചർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പഴയ ഡേറ്റിൽ മാനുഫാക്ചർ ചെയ്ത കേക്കുകളെല്ലാം വെറും പൊടി പോലെ ഇരിക്കും, അതിന് യാതൊരു രുചിയും ഉണ്ടാവില്ല. അതിൻ്റെ പ്രിസർവേറ്റീവ്, അതിൻ്റെ ടേസ്റ്റ് മാത്രമായിരിക്കും നാവിലേക്ക് വരിക. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പൊ അമ്മ ഈ ഡെയിലി ഷോപ്പിംഗ് ലിസ്റ്റ് ഒക്കെ തന്നയക്കൂലേ? കൊറേ സാധനങ്ങൾ ഉണ്ടാവും അതിനകത്ത്. ഡേറ്റ് തരാനുള്ളത് ഇതാണ്, അമ്മയുടെ ഡേറ്റ് എഴുതി തരുന്ന ബുക്ക്. ഇത് അമ്മയുടെ കസ്റ്റഡിയിലാണ് എന്നും രാവിലെ മുതൽ. അപ്പൊ അത് ഓർക്കുന്ന സംഗതികൾ അതിൽ അപ്പാപ്പ ഡേറ്റ് ഇട്ട് എഴുതിയെടുക്കുക. രസം എന്താന്ന് വെച്ചാൽ അമ്മ എഴുതണ പലതും അപ്പയ്ക്ക് മനസ്സിലാവൂല. അതങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അമ്മയുടെ കൈയക്ഷരം വായിക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതിനകത്ത്, നല്ല ബുദ്ധിമുട്ടാ. അപ്പൊ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്കിൽ എഴുതി കഴിഞ്ഞാലുള്ള ഒരു ഗുണം, നമ്മൾ ഈ ബുക്ക് ഇതുപോലെയുള്ള ഒരു ബുക്കോ ഒരു പാഡോ എല്ലാവർക്കും അടുക്കളയിൽ കീപ്പ് ചെയ്യാം, ഒരു പേനയും. അപ്പോൾ ഉള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് ഒരു സാധനം വാങ്ങണമെന്ന് നമുക്ക് മെമ്മറിയിൽ വന്നാൽ അപ്പം തന്നെ അതവിടെ എഴുതിയിടാം. അല്ലെങ്കിൽ വാങ്ങാൻ പോകുന്നയാളും മറക്കും, വാങ്ങാനായിട്ട് പറയുന്നയാളും അത് പിന്നീട് മറക്കും. സാധനങ്ങൾ വാങ്ങി തിരിച്ചു വരുമ്പോഴായിരിക്കും അത് മേടിച്ചില്ലല്ലോ എന്ന് നമ്മൾ പലപ്പോഴും അബദ്ധം പറ്റിയല്ലോ എന്ന് ഓർത്തു പോകുന്നത്. ഈ ഒരു ബുക്ക് എല്ലാവർക്കും, ഈ ബുക്കോ പാഡോ എന്തെങ്കിലും അടുക്കളയിൽ സൂക്ഷിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. അപ്പൊ ഈ ലിസ്റ്റില് കാണുന്ന സാധനങ്ങളെക്കാൾ കൂടുതൽ മേടിക്കാനൊക്കെ തോന്നാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, അങ്ങനെ ഒരു കാരണവശാലും. കാരണം എനിക്ക് അങ്ങനെ പലരെയും അറിയാം, ആവശ്യത്തിലേറെ സാധനങ്ങൾ ഈ ഉന്തുവണ്ടിയിൽ മേടിച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊണ്ടുപോയിട്ട് അവസാനം അത് മുഴുവനും വേസ്റ്റായിട്ട് വളക്കുഴിയിൽ കൊണ്ടുപോയിടുന്ന പല ആൾക്കാരെ എനിക്കറിയാം. നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞ് 100 കണക്കിന് രൂപയാണ് നമ്മൾ കത്തിച്ച് കളയുന്നത്. അത് പൂർണ്ണമായിട്ടും നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളാണ്. പല ആൾക്കാരും അത് വളരെ അലക്ഷ്യമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇന്നാൾ ഞാനൊരു ഷോപ്പിൽ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു ലേഡി വന്നു, സാധനങ്ങളെല്ലാം മേടിച്ചു. 2,500 രൂപയുടെ സാധനങ്ങളുണ്ട്. അപ്പോൾ ആ ഷോപ്പിലുള്ളവർ ചോദിച്ചു, ക്യാരി ബാഗ് വേണമെന്ന് ചോദിച്ചു. അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു തുണിസഞ്ചിയാണ്, 25 രൂപയാണ്, 20-25 രൂപയുടെ. അത് കഴിഞ്ഞ് ഇതെല്ലാം മേടിച്ചിട്ടു. അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അവരെ കണ്ടു, ഇതേ സംഗതികൾ തന്നെ. അന്നേരവും ചോദിച്ചു ക്യാരി ബാഗ് വല്ലതും. അന്നേരം അവർ പറഞ്ഞു വേണമെന്ന് പറഞ്ഞു. വീണ്ടും ക്യാരി ബാഗ് 25 രൂപ കൊടുത്ത് മേടിച്ചു. അങ്ങനെ ഇത് ഒരു നിത്യ പതിവായിട്ട് മാറി. കാരണം ഈ വാങ്ങുന്ന സഞ്ചികളെല്ലാം നമ്മളൊരു സഞ്ചിയിൽ വീട്ടിൽ ചെല്ലുമ്പോൾ ഇടുക, അത് സാധനങ്ങൾ വാങ്ങാനായിട്ട് വരുമ്പോൾ ഈ സഞ്ചി വണ്ടിക്കകത്ത് എടുത്തിട്ടേക്കുക.
വണ്ടിക്കകത്ത് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞാൽ ആ സഞ്ചിയിൽ ഒരെണ്ണം എടുത്ത് അതിലിട്ട് നമുക്ക് കൊണ്ടുപോവുകയും ചെയ്യാം. 25 രൂപ ഓരോ പർച്ചേസിലും നമുക്ക് ലാഭിക്കാം. അപ്പൊ ആഴ്ചയിൽ 2 പർച്ചേസ് വെച്ച് നോക്കുകയാണെങ്കിൽ മാസം 200 രൂപ വരെ അവിടെ ലാഭിക്കാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ വണ്ടിയിൽ ക്യാരി ബാഗ് ഞങ്ങൾ സ്ഥിരം സൂക്ഷിക്കുക. സ്കൂട്ടറിലും ഉണ്ട്, കാറിലും ഉണ്ട്. പൈസ കൊടുത്ത് ബാഗോ ക്യാരി ബാഗോ ഇതൊന്നും വാങ്ങുന്ന പരിപാടികളില്ല. വാങ്ങാൻ ഞാൻ സമ്മതിക്കുകയില്ല. കാരണം അതൊരു ഷിയർ വേസ്റ്റാണ്. നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാവുന്ന ഒരു വേസ്റ്റാണ്. ഓക്കെ, അതെന്നാന്നറിയാമോ, ക്യാരി ബാഗ് ഇല്ലെങ്കിലില്ലേ പുറത്തിറങ്ങുമ്പോ എന്നോട് പറയും ക്യാരി ബാഗ് ഇല്ല, ക്യാരി ബാഗ് എടുത്തോളാൻ പറയും. ഞാൻ ആ വർക്ക് ഏരിയയിൽ ചുമ്മാ ഒരു ഫുഡ് കവർ, പഴയ ഒരു ഫുഡ് കവറിനകത്തേക്ക് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കുറെ. പിന്നെ ഒരപ്പര പോലെയുള്ള ഇതില്ലേ അവിടെ രാണി അടിച്ച് വേറെ ഇട്ടിട്ടുണ്ട്. അപ്പയ്ക്ക് എന്നാന്നറിയാമോ, അപ്പ എടുത്ത് ഞാനിത് കഴുകി ഉണക്കിയൊക്കെ വെച്ചേക്കും, നനവുള്ളതൊക്കെ. പിന്നെ ചിലതൊക്കെ മോശമായിട്ടുള്ളത് ഞാൻ മാറ്റി വിട്ടോ പ്ലാസ്റ്റിക്കുകാർക്ക് കൊടുക്കാൻ. അപ്പ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടില്ല എന്ന് അപ്പയ്ക്കറിയാം. അതായത് കോമൺ ആയിട്ട് വെച്ചേക്കണവരെണ്ണം ഉണ്ട്, മറ്റേ സ്ഥലത്തും വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിങ്ങ് എടുത്ത് കൊടുത്താൽ കൂടെ അപ്പം ഞാൻ പറയും അങ്ങ് എടുത്തോളാൻ പറയും എന്തെങ്കിലും പണിയുവാണെങ്കിൽ. അപ്പം പറയും അല്ല അങ്ങ് എടുത്ത് തന്നാൽ മതി, അല്ലെങ്കിൽ പിന്നെ അതെടുത്തു അല്ലെങ്കിൽ ഇതെടുത്തു എന്നുള്ള കംപ്ലൈന്റ് പാടില്ല. പക്ഷെ പൈസ കൊടുത്തൊരിക്കലും ഇത് മേടിക്കൂല. മേടിച്ചാൽ നമ്മുടെ കയ്യിൽ അത് ഇരിക്കൂലോ കുറച്ച് നാളെ, എപ്പോഴും ഇല്ല. ഒരു 2-3 പ്രാവശ്യം അത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇവിടെ തറവാട്ടിൽ ചെന്നപ്പോ മൂറിലെ ഒരു കിറ്റ് അവിടുത്തെ മോൻ ബിജു അവിടെ മേടിച്ചേക്കണ കിറ്റ് കണ്ട്. അപ്പൊ ഞാൻ ബിജുവിനോട് ചോദിച്ചു ഇതെന്നാ വല്യപ്പട ചോദിച്ചു, എന്നേരം പറഞ്ഞു അവൻ മേടിച്ചാന്ന് പറഞ്ഞപ്പോ നല്ലതാ ഇവിടെ ഞാൻ മേടിച്ചു. എന്നിട്ട് ഞാൻ അവിടെ ഇരിപ്പുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് പറഞ്ഞു അപ്പൊ 50 രൂപ വേണ്ട അവൻ പറഞ്ഞു. അപ്പൊ ഞാൻ അപ്പ ഉണ്ടായിരുന്നു കൂടെ. ഞാൻ പറഞ്ഞു നമുക്ക് ഒരെണ്ണം മേടിക്കണമെന്ന് പറഞ്ഞപ്പോ എന്നോട് ചോദിച്ചു 100,000 കിറ്റുകൾ അവിടെ ഇങ്ങനെ കൊണ്ടുവന്നതില്ല, പിന്നെ എന്തിനാന്ന് ചോദിച്ചു. എനിക്കിത് വേണം, ഇത് നല്ലതാ, മോറിന്റെ ഇതാണ്. അപ്പൊ പിന്നെ വേണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയില്ല, അത് ആവശ്യമുണ്ടെന്ന് തോന്നി. അപ്പൊ വല്യപ്പ നേരം പറഞ്ഞു ഇതേ കുഞ്ഞോനെ ഒരുപാട് സാധനം ഇതിൽ ഇടാൻ. ലിനോ പറഞ്ഞു ശരി, ഒരെണ്ണം ഉണ്ടെങ്കിൽ കുറെ നാൾ യൂസ് ചെയ്യാം. അങ്ങനെ മനസ്സോടെയാണെങ്കിൽ എനിക്ക് മേടിച്ച് ഒന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടത്. മോറിന്റെ സീലുണ്ട്, കുറേയൊക്കെ സാധനം ഇടാം. അത് ഈ കാറിൽ ഇട്ടാലേ ഇങ്ങനെ നമ്മള് മാർക്കറ്റുകളിൽ ചെല്ലുമ്പോ അതിലെല്ലാം കൂടെ ഇട്ടേച്ച് ഇനി എടുത്തോണ്ട് പോരാ. അപ്പൊ സ്ഥിരം ഉപയോഗിക്കാനല്ല, എനിക്ക് എന്റെ വേറൊരു കാഴ്ചപ്പാടാ. പക്ഷെ അത് മേടിച്ചു കൂട്ടോ, ഞാൻ പറയുക ഇങ്ങനെ. പിന്നെ ഈ പഴമൊക്കെ മേടിക്കുമ്പോ ഇല്ലേ പച്ചപ്പഴം, അങ്ങനെ പഴം മേടിക്കുമ്പോ എപ്പോഴും അവര് കവറിൽ ഇട്ട് തരും പഴം. അപ്പൊ ഞാൻ പറയുക പൈസ കൊടുത്തങ്ങനെ വളരെ അപൂർവം മേടിക്കാറ് തന്നെ ഇല്ല കിറ്റ്. അതാണ് കാര്യം. അപ്പൊ ഇനിയിപ്പോ എന്നാന്ന് വെച്ചാൽ ഞാൻ ഈ സംസാരിക്കാൻ തുടങ്ങിയ ഒരുപാട് സംസാരിക്കും. അത് എന്റെ ഒരു മിസ്റ്റേക്ക് കൂടുതലാ. അല്ല ഇന്നല്ല, എന്നും കൂടുതലാ. ഇന്നത്തെ ഹോട്ട് സീറ്റ് അപ്പയാ. പക്ഷെ ഞാൻ എന്നോട് ഇവര് പറയുമ്പോ എനിക്ക് നിയന്ത്രണം വിട്ടുപോകും സംസാരത്തിന്. പക്ഷെ അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് എന്നെ ചെയ്യണേ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പതുക്കെ കിച്ചണിട്ട് മാറാം. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സമയമാകുമ്പോ ഓരോ ചായ കുടിക്കണം. നിനക്ക് പിന്നെ ചായ കുടി ഇല്ല, അപൂർവ കുടിക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു ചായ കുടിക്കണം. അപ്പൊ ഞാൻ പോയി ചായയൊക്കെ തകർത്തി പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാം. അപ്പൊ അങ്ങനെയാണ്. അല്ല ചായ തകർത്തി കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് ചായ കുടിക്കേണ്ട സമയമായി ഓൾറെഡി, വൈകുന്നേരം ആയില്ലേ. അതിന്റെ ഇടയ്ക്ക് ചെറിയ മഴയുടെ കോളുണ്ട്, പതുക്കെ പൊടിയാൻ തുടങ്ങുന്നുണ്ട്. നല്ല മഴ കുറഞ്ഞു തുടങ്ങും കേട്ടോ ഇനിയിപ്പോ, കാരണം മഴ പെയ്യാൻ പോവാണ്. നല്ല മൂടല് ഇട്ട് കെട്ടി വന്നുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ പതുക്കെ പോയി ചായയൊക്കെ തേർത്തി വരാം. അപ്പൊ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ഓക്കെ. അതെ അമ്മ പെട്ടെന്ന് ചായയായിട്ട് വന്നല്ലോ. ചായയുടെ കൂടെ ഇന്നിപ്പോ വട്ടയപ്പാണ് അല്ലേ? ഓഹോ, സാധാരണ ഞങ്ങള് വട്ടയപ്പം വാങ്ങാറില്ല. ഇന്നിപ്പോ ഞാൻ റോയൽ ബേക്കറിയിൽ ചെന്നപ്പോ അവിടെ വട്ടയപ്പം കൊണ്ടുവന്നിട്ടുണ്ട്. ആ സമയത്ത് കൊണ്ടുവന്ന് ഇറക്കിയതാണ് അന്നത്തെ വട്ടയപ്പം. അപ്പോൾ കണ്ടപ്പോൾ വളരെ കൗതുകമായിട്ട് തോന്നി, പിടിച്ചു നോക്കിയപ്പോഴും നല്ല സോഫ്റ്റായിട്ട് തോന്നി. അപ്പം അങ്ങനെയാണെങ്കിൽ എന്നാൽ ഒരെണ്ണം വാങ്ങിക്കളയാമെന്ന് വിചാരിച്ച് വാങ്ങി. 35 രൂപ ഒരെണ്ണത്തിന്. അപ്പോൾ സാധാരണ ഈ വാങ്ങുന്ന വട്ടയപ്പത്തിനുള്ള ഒരു കുഴപ്പം സോഫ്റ്റ് ആയിരിക്കും, പക്ഷെ കടിച്ചാൽ ഇങ്ങനെ വിട്ടുപോരുകയല്ല, ഭയങ്കര ഹാർഡുമാണ്, റഫുമാണ്. പക്ഷെ ഈ വട്ടയപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഈസ്റ്റാണ് എങ്കിലും അകത്തുള്ള ടെക്സ്ചറും വളരെ സോഫ്റ്റാണ്. വായിലിങ്ങനെ അലുത്ത് പോകുന്ന പോലെ നല്ല രുചികരമായിട്ട് തോന്നുന്നു. സാധാരണ വാങ്ങുന്നത് അത്രയും രുചികരമായിട്ട് കിട്ടാറില്ല. ഇത് പക്ഷെ അങ്ങനെയല്ല, നല്ല വട്ടയപ്പമായിരിക്കുന്നു. വട്ടയപ്പം നമ്മൾ സാധാരണ നമ്മളിവിടെ ഉണ്ടാക്കുക ചെയ്യുന്ന അത് കള്ളൊഴിച്ച് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. ഈസ്റ്റ് നമ്മൾ ഉപയോഗിക്കാറേ ഇല്ല. അപ്പോൾ നമുക്ക് എപ്പോഴും അത് വളരെ ആസ്വാദികരമാണ് അതിൻ്റെ മണം. കാരണം ഒരു കഷ്ണം നമ്മളെടുത്ത് വായിലേക്ക് വെക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ മൂക്കിലേക്ക് നമുക്ക് വളരെ ആസ്വാദികരമായിട്ട് വരും അതിൻ്റെ ആ മണം. അപ്പം ആ മണവും
ഹൃദ്യമായ ആ മണം ആസ്വദിച്ചാണ് നമ്മൾ ആ വട്ടയപ്പം കഴിക്കുന്നത്. അതീവ ഹൃദ്യമാണ് ആ വട്ടയപ്പം കഴിക്കുന്ന ആ ഒരു അവസരം. ചായ എന്നാ മോശം? അപ്പോൾ ചായ നമ്മൾ ഉപയോഗിക്കുന്നത് റിപ്പിളിൻ്റെ ടീ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞങ്ങൾ മാർജിൻ ഫ്രീയിൽ നിന്നാണ് അത് വാങ്ങുന്നത്. അതിന് എനിക്ക് തോന്നുന്ന 1/4 കിലോ 80 രൂപ വെച്ചാണ്. നമുക്ക് അവിടെ കൊടുക്കുന്നത് 74 രൂപ വെച്ചാണ്. 6 രൂപ വെച്ച് അതിന് കുറവുണ്ട്. പക്ഷേ കോസ്റ്റ് കുറവുണ്ടെന്ന് വെച്ച് കൂടുതൽ സാധനങ്ങൾ വാങ്ങി വേസ്റ്റായിട്ട് വളക്കുഴിയിൽ കൊണ്ടുപോയിടുന്ന പരിപാടി ഒരു കാരണവശാലും നമ്മൾ അംഗീകരിക്കില്ല, അത് ചെയ്യാറുമില്ല. ഓക്കെ, അപ്പൊ കുറെ എക്സ്പെൻസുകളെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി പ്ലാന്റ് എക്സ്പെൻസ് തീർന്നിട്ടില്ല. അടുത്തത് നമ്മുടെ യൂട്ടിലിറ്റി എക്സ്പെൻസുകളില്ലേ, അതിൽ വരുന്നത് ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല്, കുക്കിംഗ് ഗ്യാസ്, ഫോണ്, ഇന്റർനെറ്റ്, അങ്ങനെ എന്തെല്ലാം ബില്ലുകളാ ഒരു മാസം വന്നത്. ശരിയാ. പിന്നെ ഉണ്ടോ പേപ്പർ? പേപ്പർ, അങ്ങനെയുള്ള ഒരുപാട് ബില്ലുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ ഒത്തിരി ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് നമുക്കുണ്ട്. അപ്പൊ ഒത്തിരി ഈ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അധികം ആകാതിരിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് അപ്പ ശ്രദ്ധിക്കുന്നത്? ഇലക്ട്രിസിറ്റി ബില്ല് പോലെയുള്ള ബില്ലുകൾ അത് ഏതാണേലും ഞങ്ങൾക്കിവിടെ മുനിസിപ്പൽ വാട്ടർ സപ്ലൈ ഉണ്ട്, അതുപോലെ തന്നെ ഗ്യാസ്, ഇങ്ങനെയുള്ള പല സംഗതികളും നമുക്ക് നിത്യോപയോഗത്തിൽ വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം നമ്മൾ വളരെ സൂക്ഷിച്ച് ഒട്ടും വേസ്റ്റ് ആകാതെ നമ്മളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ ഇലക്ട്രിസിറ്റി ബില്ലിൽ തന്നെ, മന്ത്ലി ബില്ലിൽ തന്നെ നല്ല കുറവ് നമുക്ക് ലഭിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആവശ്യത്തിന് വേണ്ടത് ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു വീട്ടിലുള്ള എല്ലാ ലൈറ്റുകളും നമ്മൾ എന്തിനാണ് ഇട്ട് വയ്ക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ച് പോകാറുണ്ട്. നമ്മളിവിടെ ഒരിക്കലും അത് ചെയ്യാറില്ല. ഇപ്പൊ പിന്നെ എല്ലാം ഈ LED ബൾബുകളാണ്. അപ്പോൾ നമുക്ക് വളരെ സേവിങ് ആയിട്ട്, കറണ്ട് സേവിങ് ഉള്ളതാണ് ഈ LED ബൾബ്. ഇപ്പോൾ ഫ്രണ്ടിലേത് ഗേറ്റിന് അവിടെയുള്ള ഒരെണ്ണം, ബാക്കിലെ, ഇത്രയും സ്ഥലത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് ലൈറ്റായി. പിന്നെ സന്ധ്യയ്ക്കൊക്കെ മിക്കവാറും അടുക്കളയിലായിരിക്കും ആക്ടിവിറ്റികളൊക്കെ പ്രധാനമായിട്ട് നടക്കുന്നത്. അവിടെ പ്രധാനമായിട്ട് പ്രകാശം കൂടിയ ലൈറ്റ് ഉണ്ടാവും. ഡ്രോയിങ് റൂം, ഡൈനിങ് ഹാൾ അതുപോലെയുള്ളിടത്ത് തീരെ വോൾട്ടേജ് കുറഞ്ഞ ഒരു 3 വോൾട്ടിൻ്റെയൊക്കെ LED ബൾബേ നമുക്കുണ്ടാവുകയുള്ളൂ. കാരണം അവിടെ ആൾക്കാരും അവിടെ ഇരിക്കുന്നില്ല. അല്ലെ, പാസ് ചെയ്യുമ്പോഴുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പ്രകാശം വേണം. നേരെ മറിച്ച് ഇപ്പോൾ ആൾക്കാർ ഊണ് കഴിക്കാനായിട്ട് വന്നിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഓഫ് കോഴ്സ് അവിടെ പ്രകാശം കൂടിയ ലൈറ്റ് വേണം. ഡ്രോയിങ് റൂമിലും ആൾക്കാർ വന്നിരിക്കുമ്പോൾ പ്രകാശം കൂടിയ ലൈറ്റ് വേണം, തീർച്ചയായിട്ടും, അതിനൊന്നും തർക്കമില്ല. പക്ഷെ അതുകൊണ്ടൊക്കെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി ഇലക്ട്രിസിറ്റി ബില്ലെന്ന് പറയുന്നത് വളരെ റീസണബിൾ ആണ്. ഒരു കാരണവശാലും അത് എക്സോർബിറ്റൻ്റ് ആയിട്ട് വരാറില്ല. അത് നമ്മളൊരു ലൈഫ് ഹാബിറ്റായിട്ട് തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, കുട്ടികളിൽ പ്രത്യേകിച്ചും. ആ റൂമിൽ വരുമ്പോൾ ഫാൻ ആവശ്യമുണ്ടെങ്കിൽ ഫാൻ ഇടുക. ആ റൂമിൽ നിന്ന് എപ്പോൾ പോകുന്നു അപ്പോൾ ആ ഫാൻ ഓഫ് ചെയ്തിരിക്കണം, നിർബന്ധ കാര്യമാണ്. അത് ചെറുപ്പത്തിലെ തന്നെ പഠിപ്പിച്ചാലേ കുട്ടികൾ അത് പഠിക്കുകയുള്ളൂ. കാരണം നമ്മളത് സേവ് ചെയ്യുന്നതിലൂടെ ഒരു വലിയ തുകയാണ് നമ്മൾ ഓരോ മാസവും സേവ് ചെയ്യുന്നത്. അപ്പൊ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആവശ്യത്തിന് ഉപയോഗിക്കുക, ആവശ്യത്തിന് ഉപയോഗിക്കാനാണല്ലോ നമുക്ക് ഇതൊക്കെ ഉള്ളത്. പക്ഷെ അനാവശ്യത്തിന് അല്ലെങ്കിൽ ആവശ്യമില്ലാതെ വേസ്റ്റ് ആയിട്ട് ഉപയോഗിച്ച് അതിന് പൈസ മാസം അടയ്ക്കുന്ന ആ ഒരു പതിവ് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കപ്പെടേണ്ടതാണ്. കുട്ടികളെ അത് നിർബന്ധമായിട്ടും അത് ശീലിപ്പിക്കേണ്ടതുമാണ്. അതുപോലെ നമ്മളിപ്പോൾ ഈ ഗാർഹിക ഉപകരണങ്ങൾ, ഫ്രിഡ്ജ്, AC, അതുപോലെ തന്നെ TV, ഇങ്ങനെയുള്ള സംഗതികൾ ഞങ്ങളിവിടെ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10 വർഷം കഴിഞ്ഞാൽ അതൊന്ന് ചേഞ്ച് ചെയ്യും, കേടുണ്ടെങ്കിലും ഇല്ലെങ്കിലും. കാരണം എന്നാന്ന് വെച്ചാൽ നമുക്കൊരു പുതിയ ടെക്നോളജിയിലേക്ക് മാറാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഫ്രിഡ്ജ്, നേരത്തെ ഉപയോഗിച്ചിട്ടിരുന്ന ഫ്രിഡ്ജിനേക്കാൾ ഒരു 50% കൺസംഷൻ കുറവുള്ള ഫ്രിഡ്ജാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പുതിയ ഡെവലപ്മെന്റ്, ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന പുതിയ ടെക്നോളജിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കറണ്ട് കൺസംഷനും അതുപോലെയുള്ള സൗകര്യങ്ങളും ഡിസൈനുകൾ, അകത്തുള്ള സൗകര്യങ്ങളൊക്കെ ഒരുപാട് അത് ഡിഫറൻ്റ് ആയിട്ടുള്ളത് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അത് നമുക്ക് വളരെ ഉപയോഗപ്രദവുമാണ്, കോസ്റ്റ് ഇഫക്റ്റീവുമാണ്. അപ്പോൾ നമ്മളൊരു നോർമൽ കേസിൽ ഒരു 10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഫ്രിഡ്ജൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യും. എൻ്റെ പ്രധാന കാരണം ഇതാ, അതിൻ്റെ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരീഡ് 10 വർഷം കഴിയുമ്പോഴേക്കും തീരും.
പിന്നെ അതിന് കേടുകൾ ഓരോന്നേ വന്നു കൊടുക്കും. കേടുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 20,000 രൂപയ്ക്കാണ് ഒരു ഫ്രിഡ്ജ് വാങ്ങുന്നത്. ഒരു കേട് വന്ന് റിപ്പയർ ചെയ്യാൻ 5,000 രൂപയായി. അപ്പോൾ അതിൻ്റെ തുക 25,000 ആയി. അടുത്ത കേട് വന്നു കഴിയുമ്പോഴേക്കും വീണ്ടും അത് റിപ്പയർ ചെയ്ത് 4,000 രൂപ വീണ്ടും. അപ്പോൾ ഇങ്ങനെ ആയി നമുക്കൊരു വലിയ തുകയാണ് ആ ഫ്രിഡ്ജിന് വേണ്ടി നമ്മൾ മുടക്കുന്നത്. അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ അതങ്ങോട്ട് മാറിയാൽ നമുക്കൊരു പുതിയ ടെക്നോളജി നമുക്ക് ഉപയോഗിക്കാനും പറ്റും, അതിൻ്റെ സൗകര്യം നമുക്ക് ആസ്വദിക്കാനും പറ്റും. ഈ റിപ്പയറുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഒഴിവായി കിട്ടുകയും ചെയ്യും. ഒന്നാമത് ഇപ്പോഴത്തെ കാലത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സാധനം റിപ്പയർ ചെയ്തെടുക്കലാണ് ഏറ്റവും വലിയ തലവേദന. അതിനെ പറ്റിയ ആളില്ല, അതിന് ആളുണ്ടെങ്കിൽ തന്നെ അതിന് വളരെ ഹെവിലിയാണ് അതിൻ്റെ എക്സ്പെൻസ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും കൂടിയാണ് ഈ ഒരു പീരീഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ഒന്ന് മാറുന്നത്, പുതിയതിലേക്ക് മാറുന്നത്. അത് ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. അത് മറ്റുള്ളവർ ചെയ്യണമെന്നുള്ളതല്ല, ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെ പിന്നിലുള്ള കാര്യം ഇന്നതാണ്. അത് പ്രയോജനകരമായിട്ട് മറ്റുള്ളവർക്ക് തോന്നിയാൽ അതാകാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം. നമുക്കതിനകത്ത് അഭിപ്രായങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ മൊബൈൽ ചാർജറൊക്കെ ആണെങ്കിലും ചാർജ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് തീർന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അത് ഓഫ് ചെയ്യാം. പിന്നെ വീണ്ടും ഇങ്ങനെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് അങ്ങനെ വെച്ചോണ്ടിരുന്ന് വെറുതെ ഒരാവശ്യവും ഇല്ല. ഞങ്ങളിപ്പോ ഞങ്ങളുടെ മൊബൈല്, എനിക്ക് വൈഫിനും ഒക്കെ ഈ ചെറിയ ഒരു മൊബൈലുണ്ട്, കൊണ്ടു നടക്കാൻ പറ്റിയ, പോക്കറ്റിൽ ഇട്ട് നടക്കാൻ പറ്റിയ ചെറിയൊരു മൊബൈല്. അതില് ഞങ്ങൾ 3 മാസത്തേക്കുള്ള ചാർജിങ് ആണ് 319 രൂപ, 390. അതാണ് എല്ലാ 3 മാസം കൂടുമ്പോഴും. അത് BSNL ആണ് അതിലിടുന്നത്. വലിയ ഫോണുണ്ട്, അത് ഒരുപാട് വലുതാണ്, അത് ഒരെണ്ണേ ഉള്ളൂ. അത് വീഡിയോയും അതുപോലെയുള്ള സംഗതികളും ഒക്കെ കാണുന്നതിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് ജിയോ ആണ് എൻ്റെ കണക്ഷൻ. 899 ആണ് അതിൻ്റെ 90 ദിവസത്തേക്കുള്ള അതിൻ്റെ ഫീസ്. ഇത് രണ്ടുമേ ഉള്ളൂ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പം ഈ ചെറിയ ഫോൺ ഞങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. എവിടെ പോകുമ്പോഴും അത് പോക്കറ്റിൽ വളരെ സൗകര്യപ്രദമായിട്ട് ഇട്ടുകൊണ്ട് പോകാം. വലിയ ഫോൺ പോക്കറ്റിൽ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ തന്നെ വേറെ ഒന്നും പോക്കറ്റിൽ ഇടാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ഫോൺ വർഷങ്ങളായിട്ടുള്ള, എത്രയോ വർഷമായിട്ടുള്ള ആ ഫോൺ ഇപ്പം അതിൻ്റെ കീപാഡിൻ്റെ പെയിൻ്റ് എല്ലാം പോയി, ഇപ്പം അതിൻ്റെ കളറും ഒക്കെ മാറി തുടങ്ങി. ഇപ്പോഴും പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ട് നോക്കിയയുടെ ആണ്, വളരെ ഭംഗിയായിട്ട് അത് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, പർപ്പസ് പെർഫെക്റ്റ് ആയിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ നമ്മൾ ഇന്റർനെറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്തിടുക, ഫുൾ ടൈം അതിങ്ങനെ ഓൺ ആക്കി ഇടുന്ന ഞാൻ ഉൾപ്പെടെ ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ അതൊക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഓഫ് ചെയ്യുവാണെങ്കിൽ, ചെറിയ രീതിയിലാണെങ്കിൽ പോലും വെറുതെ നെറ്റ് തീരുന്നത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പൊ ഇലക്ട്രോണിക് മീറ്റർ ആണ്. ആ ഇലക്ട്രോണിക് മീറ്ററിൽ ചുമ്മാ ഈ ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ടല്ലോ, ഇപ്പൊ പ്ലഗിനൊക്കെ ഒരു ചുവന്ന ലൈറ്റ് ഉണ്ടാവും പ്ലഗ് വർക്ക് ചെയ്യുമ്പോൾ. ആ ലൈറ്റിന് തന്നെ അവര് മീറ്റർ റീഡിങ് നടന്നുകൊണ്ടായിരിക്കുന്നത്. അപ്പൊ അത് ആരും അറിയുന്നില്ല. പക്ഷെ പലരും ഇപ്പൊ ഈ അതുപോലെ തന്നെ ടിവിയുടെ സെറ്റ് ഓഫ് ബോക്സിൽ ഒരു ചുവന്ന ലൈറ്റ് കത്തും. TV ഓൺ ആയിരിക്കില്ല, പക്ഷെ ആ ചുവന്ന ലൈറ്റ് ഉണ്ടാവും. ആ ചുവന്ന ലൈറ്റ് കത്തുന്നതും മീറ്റർ റീഡിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ പലരും അത് അറിയാത്തൊരു കാര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സംഗതികൾ പൂർണ്ണമായിട്ട് നമ്മളത് ഓഫ് ചെയ്യുക തന്നെ വേണം. ഇല്ലെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ നിന്ന് കാശ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്ക് ഒരു യൂട്ടിലിറ്റിയും കിട്ടുന്നില്ല, നമുക്ക് നഷ്ടം മാത്രമേ ഉള്ളൂ. ഇനി കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം എനിക്ക് ഓർമ്മ പറഞ്ഞ ഗ്യാസിന്റെ ചിത്രമൊന്നും അല്ല കേട്ടോ. അമ്മ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പേപ്പർ നീണ്ട ഷീറ്റുണ്ട്, അത് ഏത് സമയം എടുത്ത് വായിക്കണതാണ് കേട്ടോ. അതിനകത്ത് എന്താ വായിക്കണമെന്നറിയോ? കഴിഞ്ഞ മാസം ഇന്ന ഡേറ്റിലാണല്ലോ ഗ്യാസ് തീർന്നത്, ഈ മാസം എന്നാ നേരത്തെ ഡേറ്റിൽ തീർന്നത്, കഴിഞ്ഞ മാസം എന്നാ ഗ്യാസ് വന്നത്, എന്നാ ബുക്ക് ചെയ്തത്, ഇതെല്ലാം അമ്മ എടുത്ത് വായിക്കുന്ന ഒരു ചിത്രമാണ് കുക്കിംഗ് ഗ്യാസ് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ വരണം കേട്ടോ. ഏറ്റവും കൂടുതൽ ചെലവ് കുറയ്ക്കാനായിട്ട് അമ്മ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു മാർഗ്ഗമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതായത് വന്ന ഡേറ്റ് എഴുതി വെക്കും, പിന്നെ തീർന്ന ഡേറ്റ് എഴുതി വെക്കും, പിന്നെ ഒരു മാസം പെട്ടെന്ന് തീരുവാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടത് തീർന്നു, അത് ഇമ്പോർട്ടന്റ്. അത്ര നേരത്തെ എന്തുകൊണ്ട് തീർന്നു. അനാവശ്യ കുക്കിംഗ് എന്തെങ്കിലും ചെയ്തോ? കുക്കിംഗ് പിന്നെ അനാവശ്യമായിട്ട് ചെയ്യും തോന്നുന്നില്ല. അല്ല, അങ്ങനെയല്ല. ഈ ഞാൻ ഗ്യാസിന്റെ ബുക്ക് പതിച്ച് കിട്ടൂല്ലോ, 1. 2 ഈ ബില്ല്, ആ ബില്ലും ഉണ്ടാവൂല. അപ്പൊ ഈ നമുക്ക് ഗ്യാസ് തീർന്നതിന്റെ തലേ ദിവസം ആകുമ്പോഴത്തേക്കും ഈ ബ്ലൂ ഫ്ലെയിം എന്നുള്ളത് യെല്ലോ ഫ്ലെയിമിലേക്ക് മാറൂലോ, കത്തം ബർണറിൽ ഫ്ലെയിം വരുന്നത്. അപ്പൊ അത് വന്നു കഴിയുമ്പോൾ അറിയാം ഇന്നല്ലെങ്കിൽ നാളെ ഗ്യാസ് തീരൂ എന്നുള്ളത്. അപ്പം തന്നെ ഇവളിവിടെ ചിലപ്പോൾ ഇരിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ സംഭവം നടക്കണത്. അപ്പം തന്നെ ഞാൻ ഗ്യാസിൻ്റെ ബുക്കും എടുക്കും, ഈ വന്ന കടലാസും ഒന്ന് എടുത്ത് നോക്കി, സ്ലിപ്പ് റേറ്റ്. അപ്പം അത് നോക്കുമ്പോൾ നമുക്ക്
വന്ന ഡേറ്റ് അറിയാൻ പറ്റും. നേരത്തെയൊക്കെ അങ്ങനെയായിരുന്നു ഞാൻ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിപ്പോൾ തിങ്കളാഴ്ച ഗ്യാസ് തീരുവാണെങ്കിൽ ഞാൻ വിളിച്ച് ബുക്ക് ചെയ്യും. ബുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഈ ബുക്ക് ചെയ്യുന്ന ഡേറ്റിൽ ഗ്യാസ് വരില്ലല്ലോ, 2-3 ദിവസം. അപ്പം ബുധനും ശനിയും വരണത് കൊണ്ട് അതിനനുബന്ധിച്ചുള്ള ഡെയിലി ഗ്യാസ് വന്നിരിക്കും. അങ്ങനെയാണ്, നല്ല സർവീസാണ്, വന്നിരിക്കും. അപ്പം ഞാൻ പിന്നെ ചെയ്തുകൊണ്ടിരുന്ന മാർഗ്ഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് അറിയാൻ വേണ്ടി കലണ്ടറിൽ വട്ടം വെച്ച് വെക്കും. അപ്പൊ ഇവര് ഭയങ്കര ചിരിയാ. ഇവരുടെ ആരുടെയും കലണ്ടറിൽ ഞാൻ വട്ടം വരയ്ക്കുന്നില്ല. സ്വന്തമായിട്ട് അല്ല ഇവക്കടെ മുറിയിലില്ല. അപ്പയ്ക്ക് ഇഷ്ടമല്ല ഫ്രണ്ടിലെ മുറിയിലെ വരച്ച് വെക്കുന്നത്. ഫ്രണ്ടിലെ മുറിയിൽ എപ്പോഴും ഒരു കലണ്ടർ ഉണ്ടാവും, പെട്ടെന്ന് ഡേറ്റ് നോക്കാൻ വേണ്ടി. പണ്ടത്തെ കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞാൽ അത് അങ്ങനെ അങ്ങ് ഫോളോ ചെയ്ത് പോണത് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഫ്രണ്ടില്. അപ്പൊ ഇവക്കടെ മുറിയിലുമില്ല, ഞങ്ങളുടെ മുറിയിലും ഒന്നുമില്ല. കിച്ചണിലുണ്ടായിരുന്നു. ഇപ്പൊ കിച്ചണിൽ ഇച്ചിരി സൗകര്യം കുറഞ്ഞോണ്ട് അതൊക്കെ അതിനെടുത്ത് മാറ്റിയിട്ടോ. അല്ല, അപ്പൊ ഈ ഊണുമുറിയിലെ കലണ്ടറിൽ ഞാൻ വട്ടം വരച്ച് വെക്കും. എന്നിട്ട് ഞാൻ എഴുതും, ഗ്യാസ് ബുക്കിംഗ് എഴുതി വെക്കണം, അതിൽ ബുക്ക് ചെയ്ത ഡേറ്റ്. അപ്പൊ ഇവര് രണ്ടുപേരും ഭയങ്കര ചിരിയാട്ടോ. ഒരു വീഡിയോയിൽ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു സബ്സ്ക്രൈബറുടെ പേര് മറന്നുപോയി. നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും കൂടെ പറഞ്ഞുതരാം. അടുത്ത് ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പേര് പറയാം കേട്ടോ. അപ്പം അവർ പറഞ്ഞു തന്നു, ലിനോ ഇങ്ങനെ നമ്മൾ ഗ്യാസ് സിലിണ്ടറിൽ ഒരു ചോക്ക് കൊണ്ട് നമ്മുടെ പുതിയ സിലിണ്ടർ വെക്കുമ്പോൾ എഴുതിയിട്ടാൽ എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്ന് കറക്റ്റ് ഡേറ്റ് അറിയാൻ പറ്റുമെന്ന്. അപ്പം എനിക്കും തോന്നി കറക്റ്റ് ആണല്ലോ എന്നത്. അപ്പം ഞാൻ ഇന്നാൾ അപ്പോഴും പറഞ്ഞു, ഇങ്ങനെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ച് ഒരു ചോക്ക് മേടിച്ച് തന്നോട്ടോ. അപ്പം ആ ഗ്യാസ് സിലിണ്ടറിൽ എഴുതിയിടാം, തിരിച്ചവർക്ക് കൊടുക്കുമ്പോൾ അതങ്ങ് തൂത്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പൊ തൂത്ത് കളഞ്ഞില്ലെങ്കിൽ അവരൊന്നും പറയാനൊന്നും പോണില്ല. അപ്പൊ അതൊരു നല്ല ഐഡിയ ആണ്. അപ്പൊ ഞാനിത് നോക്കുമ്പോൾ പോലും ഇവര് ചിരി തുടങ്ങും. ബുക്കും സ്ലിപ്പും എടുത്ത് ഞാൻ നോക്കും. പക്ഷെ എപ്പോഴും അത് കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. അത് ഞാൻ നോക്കും. പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്യാസ് 1 മാസമൊക്കെ പെട്ടെന്ന് തീരുവാണെങ്കിൽ നമ്മളത് കറക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. എന്തുകൊണ്ടാണ് അത് നേരത്തെ? അതെന്താന്ന് വെച്ചാൽ ഈ വേനൽക്കാലത്ത് മിക്കവാറും ഒക്കെ സുഖമുള്ളപ്പോഴൊക്കെ ഞാൻ ഈ ചക്ക വരട്ടൂലേ നമ്മള് ഉരുളിയിൽ. എനിക്ക് അടുപ്പിൽ കുറച്ചൊക്കെ ബുദ്ധിമുട്ടാണ്. കുറച്ച് നേരം ചിലപ്പോൾ അടുപ്പിലിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ ഉരുളി എടുത്ത് ഗ്യാസിട്ട് കയറ്റും. എന്നിട്ട് ഗ്യാസിലിട്ടാണ് ബാക്കി തീരുമാനങ്ങൾ നടത്തുന്നത്. അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ഗ്യാസ് തീരും, നേരത്തെ തീരും. സാധാരണ എനിക്ക് ഒരു 35-38 ദിവസം ഒരു ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാൻ പറ്റാറുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്കും തീരാറുണ്ട്. അപ്പം അതിന് മുമ്പേ തീർന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് തീർന്നു എന്ന് ആലോചിച്ചിരിക്കും ഞാൻ. അത് ഓർക്കാറുണ്ട്. ശരിയാ, ചിലപ്പോൾ അതിനുവേണ്ടി കുറെ സമയം തന്നെ. ഇവർ രണ്ടുപേരും പറയും, എന്തിനെങ്ങനെ ഒരുപാട് കൂലങ്കഷ അത് ചിന്തിക്കണം, ഗ്യാസ് തീർന്നോ അടുത്തത് എടുത്ത് വെക്കുക. പക്ഷെ എൻ്റെ ഉള്ളിൽ എന്നാന്ന് വെച്ചാൽ ഈ ഗ്യാസ് കൂടുതൽ ഉപയോഗിക്കുന്ന വ്യക്തി ഞാനായതുകൊണ്ട് എന്തുകൊണ്ട് ഞാനത് തുറന്നിടാറില്ല, എന്തുകൊണ്ട് അത് തീർന്നു എന്ന് ആ റീസൺ എനിക്ക് കണ്ടുപിടിക്കണമെന്ന് നിർബന്ധം. ഞാൻ കുറെ സമയം അതിന് ചിലപ്പോൾ മെനക്കെടുത്താറുമുണ്ട്. അപ്പൊ അത് വേറൊന്നും കൊണ്ടല്ല, അപ്പൊ നേരത്തെ പഠിപ്പിച്ചു കൊടുത്ത ശീലം കാര്യമായിട്ട് അങ്ങ് പ്രാക്ടീസ് ചെയ്യും. അത് ഇവിടെ വന്നു കഴിഞ്ഞ് കിട്ടിയ ശീലങ്ങളാന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ അങ്ങനെ പഠിച്ചു നടക്കുമ്പോൾ നമ്മളതൊന്നും ചിന്തിക്കില്ല. പിന്നെ അങ്ങനെ ഒരുപാട് നോളജ് എനിക്ക് ഉണ്ടാവാനായിട്ട് സാധിച്ചു. ഇതൊക്കെ ചിലപ്പോൾ തമാശ ആയിരിക്കും, ചിലപ്പോൾ അത് കുറ്റമായിട്ട് തോന്നും. പക്ഷെ എനിക്ക് എന്നാണെങ്കിലും ആ വേ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനതിൽ എൻജോയ് ചെയ്യണം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്ന നമ്മുടെ യൂട്ടിലിറ്റി എക്സ്പെൻസുകൾ കേട്ടോ. ഇനിയുണ്ട് നമുക്ക് പല എക്സ്പെൻസുകളും വിചാരിക്കാതെ ഇത് വരില്ല. നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഡിസ്കഷൻ മറ്റു വിഷയങ്ങളെ സംബന്ധിച്ചും സോഷ്യലായിട്ടുള്ള ഇഷ്യൂസിനെ സംബന്ധിച്ചും ഒക്കെ നമുക്ക് ഇതുപോലെയുള്ള ഡിസ്കഷൻ ഇടയ്ക്ക് നമുക്ക് കൂടാം, എല്ലാവരെയും കാണാം, എല്ലാവരുമായിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്യാം. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിന്റെ ഇടയ്ക്ക് കയറി പറയാ. അപ്പൊ ഷോപ്പിലൊക്കെ പോയി ഇങ്ങനെ ഇതൊക്കെ ചെയ്ത് വരൂല, എൻജോയ് ചെയ്യണം, നല്ലതാ. അപ്പയുടെ ഫ്രണ്ട്സിനെ പലരെയും കടയിലൊക്കെ കണ്ടിങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചു പോരും. അപ്പൊ ഒരുപാട് വിവരങ്ങൾ അങ്ങനെ കളക്ട് ചെയ്ത് കൊണ്ടുവരും. പള്ളിയിൽ വിവരങ്ങൾ ചിലപ്പോൾ ഓരോരുത്തർ പറയും, അങ്ങനെ അറിയും, കോമൺ ആയിട്ടേ. പിന്നെ അതുകൂടാതെ ഇങ്ങനെ പല കാര്യങ്ങളും നാട്ടിലുള്ള സംഭവങ്ങളൊക്കെ അറിയും. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു കൂട്ടായ്മയുണ്ട്, നിനക്കറിയാലോ. അതൊക്കെ അത് ഞാൻ മഴയില്ലാത്ത എല്ലാ ദിവസവും നമ്മുടെ ഇവിടെ നിന്ന് നമ്മുടെ വഴിയിൽ കൂടെ തന്നെ ഞങ്ങളുടെ എൻഡ് വരെയും പോകും. അപ്പം എൻഡ് വരെയും പോകുമ്പോൾ ആ പരിസരത്തുള്ള എല്ലാവരും അതിലെ നടന്നു വരും. ഈ പരിസരത്തുള്ളവരൊക്കെ എന്തെങ്കിലും കഴിഞ്ഞ് പോവുകയും വരികയും ചെയ്യും. അപ്പം എന്നാ ലിനോന്ന് ചോദിച്ചു. ഞാനും അവരോടൊരു ലോഹ്യം പറഞ്ഞു. അപ്പം അവരിൽ നിന്ന് ചില കളക്ഷൻ കിട്ടും. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. അപ്പം അങ്ങനെ കിട്ടുമ്പോൾ എനിക്കും ഇതാ ഇവിടെ വന്ന് ഞാനിങ്ങനെ ഇത് ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പം അങ്ങനെ ഇന്നാൾ നിന്നപ്പോഴാണ് ഈ നമ്മുടെ ഇലക്ഷൻ വരുമല്ലേ, അപ്പം ഞങ്ങളുടെ ഈ വാർഡ് ഷഫിൾ ചെയ്തു. വാർഡുകൾ ഫുള്ള്. അപ്പൊ നിലവിലുള്ള വാർഡിൽ നിന്ന് വേറൊരു വാർഡിലേക്ക് കുറെ ഏരിയ മാറ്റിയത് നമ്മൾ അതിലേക്ക് ഉൾപ്പെട്ടു. അപ്പൊ ഞാൻ അടുത്ത വീട്ടിൽ അവരോട് പറഞ്ഞു, നമ്മുടെ ഇങ്ങനെ വാട്സപ്പിൽ വന്നപ്പോ നമ്മുടെ ഈ വാർഡിലെ ഇതിൽ നമ്മുടെ ആരുടെയും പേരില്ലെന്നാണല്ലോ ചേട്ടൻ പറയണേന്ന് പറഞ്ഞു ഇവിടെ നോക്കിയിട്ട്. അപ്പൊ ചേച്ചി അറിഞ്ഞില്ലേ, മെമ്പറോട് ചോദിച്ചേരെ നമ്മുടെ വാർഡ് ഷഫിൾ ചെയ്ത് അടുത്ത വാർഡിലേക്ക് ആക്കിയെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ഇൻഫർമേഷനുകൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പൊ ഒത്തിരി ഗമയുള്ള ഇൻഫർമേഷൻ
എന്നല്ല, നാട്ടുമ്പുറാണ്, സാധാ വർത്താനങ്ങൾ. പിന്നെ എനിക്ക് എന്നാന്ന് വെച്ചാൽ സംസാരിക്കാൻ ഇഷ്ടമായതുകൊണ്ട് ഞാനിങ്ങനെ നമ്മുടെ പരിസരത്തുള്ള എല്ലാ വ്യക്തികളുമായിട്ട് ഇങ്ങനെ പോയി നിന്ന് സംസാരിച്ച് തിരിച്ചു വരും. അപ്പൊ അവരുടെ കയ്യിൽ നിന്നും കിട്ടും, എൻ്റെ കയ്യിൽ നിന്ന് അവർക്കും കിട്ടും. അതാണ് എൻ്റെ എൻജോയ്മെന്റ്. ഓരോരുത്തർക്കും ഓരോ എൻജോയ്മെന്റ്. പക്ഷെ അത് ശരിക്കും പരിസരവാസികളായിട്ട് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും, ഞാൻ ഉൾപ്പെടെ എല്ലാ വ്യക്തികളും, ഞാൻ ഇവളോടും എപ്പോഴും പറയും, എന്തെങ്കിലും ഒരു ലോഹ്യം ചോദിച്ചേക്കോ അല്ലെങ്കിൽ ഒന്ന് ചിരിച്ചേക്കോ ആൾക്കാരെ കാണുമ്പോൾ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഓടി വരാനും എപ്പോഴും നമുക്ക് സഹായമുള്ളവർ നമ്മുടെ പരിസരവാസികളായിരിക്കും. എൻ്റെ അനുഭവങ്ങൾ ഒരുപാട് എനിക്കുണ്ട്. അപ്പം ബന്ധുക്കള്, ചേട്ടൻ്റെ വീടും എല്ലാവരുടെ വീടുകളുണ്ടെങ്കിലും അവരെ അറിയിക്കുമ്പോഴത്തേക്കും അവരെത്തുന്നതിന് മുമ്പ് തൊട്ടടുത്തുള്ളവരായിരിക്കും ആദ്യം ഓടി എത്തണ. എല്ലാ മനുഷ്യരും വളരെ നല്ല മനുഷ്യരും. അപ്പം എൻ്റെ ഇൻട്രാക്ഷൻ ഇങ്ങനെയാന്ന് ഞാൻ പറഞ്ഞ ജനറൽ ഇൻട്രാക്ഷൻ. പിന്നെ അല്ലാതെ ഇൻട്രാക്ഷൻ ഇഷ്ടംപോലെ വേറെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇപ്പൊ ഒരുപാട് കാട് കയറി പറഞ്ഞു പോയി, ക്ഷമിച്ചേക്കുക. പിന്നെ നിങ്ങള് ഇഷ്ടമില്ലാത്തവർ ആ ഭാഗമൊക്കെ എൻ്റെ ഭാഗമൊക്കെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്കിപ്പ് ചെയ്തേരെ. അപ്പം ഗഹനമായ കാര്യം പറയുള്ളൂ, ഞാൻ ഇച്ചിരി അധികമായി പോകും. ഇതാണ് സംസാര രീതി. പിന്നെ ഞങ്ങൾ ഇവിടെ ഈ പറഞ്ഞതൊക്കെ ഞങ്ങളുടെ മാത്രം പേഴ്സണൽ അഭിപ്രായങ്ങളാണ് കേട്ടോ. ഞങ്ങളിത് ആരോടും ഇങ്ങനെ തന്നെ ഫോളോ ചെയ്യണമെന്നോ ഒന്നും പറയുന്നതല്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ചില പഠിച്ച പാഠങ്ങളൊക്കെ ജസ്റ്റ് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഈ വീഡിയോയുടെ സെക്കൻഡ് പാർട്ട് നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായോ എന്ന് പറയണേ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ഷെയർ ചെയ്യാൻ മറക്കൂലല്ലോ.